എൻ്റെ പേര് ഷാലി. മലാപ്പറമ്പെന്ന് എൻ്റെ വീട്. ഞാനിന്ന് ഒരു 6 മാസം മുമ്പ് എൻ്റെ പല്ലെടുത്തു. ആ പല്ലെടുത്തതിൻ്റെ ബുദ്ധിമുട്ടായിട്ട് ഭയങ്കരമായിട്ട് എനിക്ക് ഉറക്കെ സംസാരിക്കാൻ പറ്റില്ല, കൈ പൊന്തിക്കാൻ പറ്റില്ല. അങ്ങനെ ഞാൻ വളരെയധികം വിഷമിച്ചിരുന്നു. ഒന്ന് ഉറക്കെ ദൈവത്തിനെ സ്തുതിക്കാനാ, കൈ പൊന്തിച്ച് കൈയടിക്കാനാ. അപ്പം അതൊക്കെയായിരുന്നു എൻ്റെ ജീവിതത്തിലൊരു, നമുക്ക് ദുഃഖം വരുമ്പോൾ നമ്മൾ ഏറ്റവും അധികം ദൈവത്തിൽ ഇങ്ങനെ അവിടെ ഒരു ഇതുപോലെയുള്ള ആരാധനകളിലൊക്കെ പോയിരിക്കുമ്പോൾ നമ്മളിതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടൊരു സന്തോഷം. നമ്മളിതൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ ഭയങ്കര ഒരു സന്തോഷത്തിൽ നമ്മൾ പോവുക. പക്ഷേ ഒരു 6 മാസമായിട്ട് എനിക്കിതിനൊന്നും സാധിക്കുന്നില്ലായിരുന്നു. കഴിഞ്ഞ ആഴ്ച ഞാനിവിടെ വന്നിരുന്നു. ഞാനിവിടെ ഫ്രണ്ടിൽ തന്നെ ഇരുന്നേ. അന്ന് അപ്പം ഞാൻ വിചാരിച്ചു, മുന്നിൽ തന്നെ വന്നിരുന്നിട്ട് ഞാൻ കൈയടിക്കാണ്ടും പ്രാർത്ഥിക്കാണ്ടും പാട്ടുപാടാണ്ടൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ അത് മറ്റുള്ളവർക്ക് അത് ബുദ്ധിമുട്ടാവില്ല വെച്ചിട്ട് ഞാൻ എൻ്റെ വേദനയൊക്കെ സഹിച്ച് ഞാൻ കൈയടിക്കലും പാട്ടുപാടുകളൊക്കെ ചെയ്തു. എനിക്ക് എന്നിട്ട് പോയിട്ട് ഭയങ്കര വേദനയായിരുന്നു. മുഖത്തൊക്കെ വേദന വരും നമ്മൾ കൂടുതൽ സംസാരിക്കുമ്പോൾ. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളായതുകൊണ്ടാണ് ചെയ്യുന്നത്. ഇന്ന് ഞാൻ വന്നപ്പോൾ ഞാൻ അച്ഛനെ കാണാൻ പോയി. അച്ഛൻ്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, എനിക്കിങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്, ഞാൻ ഏറ്റവും ബാക്കിലിരുന്നോളാം. അപ്പം ഇന്ന് ഇവിടേക്ക് വരുമ്പോൾ എൻ്റെ മനസ്സിലുണ്ട്, ഞാൻ എന്തിനാ പോണേ, എനിക്ക് ദൈവത്തെ സ്തുതിക്കാനൊന്നും പറ്റില്ല, പിന്നെ എന്തിനാ ഞാൻ വെറുതെ പോകുന്നത്, അപ്പം പോണ്ടെന്ന് അങ്ങനെ മനസ്സിലിങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷേ ശക്തമായിട്ട് മനസ്സിലിങ്ങനെ ഇരുന്ന് ആരോ പറയുന്നു, നീ കൈയടിക്കും പാട്ട് പാടൊന്നും വേണ്ട, നീ അവിടെ ഒരു മൂലയിൽ പോയി ഇരുന്നാൽ മതി എന്ന് എൻ്റെ മനസ്സിൽ ആരോ അങ്ങനെ ശക്തമായിട്ട് പറയുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ വിളിച്ചു, എന്തായാലും മനമില്ല മനസ്സോട് കൂടിയിട്ട് ഞാൻ പോന്നു, ഒരു മൂലയിൽ പോയി ഇരിക്കാമല്ലോ എന്ന് വെച്ചിട്ട്. ഞാനെൻ്റെ അച്ഛനോട് വന്നിട്ട് അച്ഛനോട് കാര്യം പറഞ്ഞു, ഇങ്ങനെയാണ് അച്ഛാന്നു. എന്നിട്ട് ഞാൻ ആ മൂലയിൽ അവിടെ ഏറ്റവും ബാക്കിൽ ഞാൻ പോയിരുന്നു. പക്ഷേ ആരാധനയൊക്കെ തുടങ്ങിയപ്പോൾ ഞാൻ എൻ്റെ വേദനയും മറന്നു. എനിക്ക് അവിടെ വേദനയുണ്ടോ, ഇവിടെ വേദന, കൈ വേദനയുണ്ടോ ഒന്നും എൻ്റെ മനസ്സിൽ ആരോ പറയാ, നീ ഈ വേദനയൊക്കെ സഹിച്ചിട്ടും നീ നിൻ്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും നീ ചെയ്യുന്നുണ്ടല്ലോ. അപ്പം ഞാൻ ഓരോ കാര്യങ്ങൾ ഞാൻ ചെയ്യുമ്പോൾ ഞാൻ വചനം ചൊല്ലി, എനിക്ക് പറ്റുന്നില്ല ഓരോന്നും ചെയ്യാനായിട്ട്. അപ്പം ഞാൻ അങ്ങനെ വചനം ചൊല്ലി പ്രാർത്ഥിക്കും. എന്നെ ശക്തനാക്കുന്നതിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും. ഈ വചനം ചൊല്ലിയിട്ടാണ് ഞാൻ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. പക്ഷേ ഇന്നത്തെ ദിവസം എനിക്ക് ഭയങ്കര ആ വചനമൊന്നും വരുന്നൊന്നുമില്ല മനസ്സിൽ. എന്നിട്ട് ഞാനിവിടെ വന്നിരുന്ന് ആരാധന തുടങ്ങിയപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ ഏറ്റവും കൂടുതലായിട്ട് കൈയടിച്ചതും പാട്ട് പാടിയതും പ്രാർത്ഥിച്ചതൊക്കെ ഞാനാന്ന് എനിക്ക് തോന്നുന്നത്. ഞാനിപ്പോൾ ഇത്ര സൗണ്ടിൽ ഞാൻ പറയുന്നുണ്ട്. എൻ്റെ മുഖത്ത് വലിയ പ്രശ്നങ്ങളൊന്നും കാണാനൊന്നുമില്ല. ഇനിയിപ്പോൾ എനിക്ക് വേദന എന്തുണ്ടായിരുന്നു, പക്ഷെ അത് ആ സമയത്ത് കൈയടിക്കാനും ആ പാട്ട് പാടാനൊക്കെ ഉള്ള ഒരു മനസ്സിനൊരു ശക്തി എനിക്ക് ദൈവം തന്നു ആ സമയത്ത്. പിന്നെ ഞാൻ കുറേ നാളായി ഞാനിങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടൊക്കെ കുറേ നാളുകളായിട്ടുണ്ട്. അതൊക്കെ ഇന്ന് എനിക്ക് സാധിച്ചു. എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ദൈവത്തിന് ഞാൻ ഒരുപടി നന്ദി പറയുന്നു. കരങ്ങളടിച്ച് ഈശോയെ മഹത്വപ്പെടുത്തിയേ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആവേ മരിയ, ആവേ മരിയ. കഴിഞ്ഞ ദിവസം എൻ്റെ ഭാര്യയ്ക്ക്, കഴിഞ്ഞ 4-ാം തീയതി ഭാര്യയ്ക്ക് ഷോൾഡറിൽ ഒരു സീരിയസ് ആയിട്ടുള്ളൊരു ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നു മെയ്ത്ര ആശുപത്രിയിൽ. ഞങ്ങൾ ഒരുങ്ങിയിരുന്നു, എങ്കിലും വലത്തെ കൈയിൽ മസിൽ വിട്ടുപോയ ഒരു ഓപ്പറേഷനായിരുന്നു. പക്ഷെ ഓപ്പറേഷൻ സക്സസ് ആയി ചെയ്തു. അത് കഴിഞ്ഞ് ഒരു 3 മണിക്കൂർ ഒബ്സർവേഷൻ ഉണ്ട്. പെട്ടെന്ന് പൾസ് താഴേക്ക് പോയി, ഹാർട്ടിന് വേരിയേഷൻ ഉണ്ടായി. അപ്പോൾ അതൊരിക്കലും ഞങ്ങളും പ്രതീക്ഷിക്കുന്നില്ല. ഇങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോൾ അനസ്തേഷ്യ വന്ന ഡോക്ടർ എന്നെ വിളിപ്പിച്ചു, ശാന്തമാക്കിയിട്ട് പറഞ്ഞു, ഇതിങ്ങനെ ഒരു പ്രത്യേക അവസ്ഥ വന്നിട്ടുണ്ട്, ഭാര്യയുടെ പൾസ് പോയിട്ടുണ്ട്, അങ്ങനെയുണ്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് മനസ്സിനൊരു അസ്വസ്ഥ വന്നു. എങ്കിലും ഞാൻ ജീവനച്ഛൻ്റെ പൗരോഹിത്യത്തോട് ചേർന്നുകൊണ്ട്, ഈ കൂട്ടായ്മയോട് ചേർന്നുകൊണ്ടും അതുപോലെ എനിക്ക് പ്രിയപ്പെട്ട ചില വൈദികരോട് ചേർന്നുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു. പ്രത്യേകിച്ച് അത് ആൻജിയോപ്ലാസ്റ്റിയോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് നീങ്ങുകയാണെങ്കിൽ ഫിസിയോതെറാപ്പി ചെയ്താൽ മാത്രമേ ഈ 10 മാസത്തോടു കൂടി ഈ കൈ ഉയർത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിന് കീഹോൾ സർജറിയാണ് ചെയ്തത്. ശരിക്ക് സ്ക്രൂ ഒക്കെ ഇട്ട് മുറുക്കി. എങ്കിലും ഫിസിയോതെറാപ്പി ചെയ്യണം. ആൻജിയോപ്ലാസ്റ്റി അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഈ ഫിസിയോതെറാപ്പി മുടങ്ങിപ്പോവും. തീർച്ചയായും നമ്മൾ വിചാരിച്ച ഈ സർജറി സക്സസ് ആവില്ല. ഇങ്ങനെ വലിയൊരു വേദനയോടുകൂടി വിഷമത്തോടുകൂടി പ്രാർത്ഥിച്ചപ്പോൾ വിശ്വസിച്ചാൽ ദൈവമഹത്വം ദർശിക്കുമെന്നുള്ള വലിയൊരു ബോധ്യം എനിക്ക് ലഭിച്ചു. അതിന് ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. പ്രത്യേകിച്ച് അച്ഛൻ്റെ പൗരോഹിത്യത്തോട് ചേർന്നുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ആ വലിയ കൃപയോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അത്ഭുതകരമായ സൗഖ്യമുണ്ടായി. അതുപോലെ ഇന്ന് ഇവിടെ വരേണ്ട ആളല്ല ഞാൻ. ഇന്ന് കുടുംബ കൂട്ടായ്മയാണ്, വല്ലപ്പോഴാണ് കൂടുന്നത്. പക്ഷേ കർത്താവ് ഒരു പ്രചോദനം തന്നു ഇവിടെ വരാൻ. എനിക്ക് വലിയൊരു അനുഭവമായി. രോഗശാന്തി, ആ തൈലാഭിഷേക പ്രാർത്ഥന നടത്തിയുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ നിറവും വലിയൊരു സൗഖ്യം എനിക്ക് ലഭിച്ചു. ദൈവത്തിന് 1000 മഹത്വം. ആമേൻ. കരങ്ങളടിച്ച് ഈശോയെ മഹത്വപ്പെടുത്തിയേ.